ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ എഫ്ഐആറൊക്കെ ഞാൻ വായിച്ചു. അതിൽ പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്നൊക്കെ പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നൊരു വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാൻ ശീലം. പുക വലിച്ച് എഫ്ഐആറിൽ എഴുതി. ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. തുടർന്ന് ശ്രീ നമ്മൾ 24 കണക്റ്റിന്റെ ഭാഗമായി വിവിധ കോളേജുകളും സ്കൂളുകളും ഒക്കെ ലഹരി ബോധവൽക്കരണത്തിന് പോകാറുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ കൂടെ വരുന്ന എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടും. അത്രത്തോളം ആഴത്തിലേക്ക് ഈ ലഹരി മാഫിയ അവരുടെ വേരുകൾ പടർത്തിയിരിക്കുന്നു. അത്രത്തോളം പുതിയ രീതികൾ നമ്മളൊക്കെ ഇവരുടെ ഒരു രീതി കണ്ടുപിടിക്കുമ്പോഴേക്കും അവർ ഒരു 10 മടങ്ങ് അപ്പുറത്തേക്ക് പുതിയ രീതികളുമായി ആരാലും കണ്ടെത്താൻ കഴിയാതെ മുന്നോട്ടേക്ക് കുതിക്കുന്നു. അങ്ങനെ നാട് മൊത്തം കുട്ടിച്ചോറാക്കാൻ പരുവത്തിന്, ഈ പറഞ്ഞ അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്ന പരുവത്തിൽ നാട് എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കഞ്ചാവ് കേസിനെ മന്ത്രി രാഷ്ട്രീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് CPM കൂടി മറുപടി പറയേണ്ട ഒന്നായി വരില്ലേ ശ്രീ? അതൊരു CPM പരിപാടിയിൽ കൂടിയാകുമ്പോൾ ആഷ്മി, തീർച്ചയായും ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് സജി ചെറിയാൻ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ പേരിലാണെങ്കിലും നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർത്തും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം എക്സൈസാണ് കേസെടുത്തത്. ആ എക്സൈസിൻ്റെ FIRൽ എന്തൊക്കെയാണ് ഈ 9 പ്രതികൾക്കുമെതിരെ എടുത്തിരിക്കുന്ന കുറ്റം എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. 1 കിലോഗ്രാമിന് താഴെയുള്ള കേസായതുകൊണ്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പോകാൻ കഴിയും. 2 ആൾ ജാമ്യത്തിൽ അവരെ വിട്ടയക്കാൻ കഴിയും. അത്തരം നിയമ സംവിധാനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്ന ആളാണ് സജി ചെറിയാൻ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റായ ഒരു ചിത്രീകരണം നടത്തുന്നത് അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് യോജിച്ചതല്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്. കഴിഞ്ഞ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ പല അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ്. ഇപ്പോൾ മന്ത്രിയാണ്. CPIMൻ്റെ കേരളത്തിലെ പരമോന്നത സമിതിയിലെ അംഗവുമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ അത് കേവലം രാഷ്ട്രീയ പ്രതിരോധത്തിലാണെങ്കിലും അദ്ദേഹം ഇരിക്കുന്ന പദവി എന്താണെന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു നിമിഷം മറന്നുപോയിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹം FIR വായിക്കാതെയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെയാണ് ഇത് പറയുന്നെന്ന കാര്യം ഒരിക്കലും ശരിയല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പ്രതികരണം നമ്മൾ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് താൻ വായിച്ചു നോക്കിയത്. അപ്പോൾ വായിച്ചു നോക്കിയ ഒരാൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക. അത് പ്രത്യേകിച്ചും ആലപ്പുഴയിലെ CPM നേതാക്കൾ ആരും ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ കായംകുളത്തെ പരിപാടിയിൽ അവിടുത്തെ MLA പ്രതിരോധിക്കുക എന്ന ഒരു രാഷ്ട്രീയ ദൗത്യം നിറവേറ്റുമ്പോൾ അദ്ദേഹം വിസ്മരിച്ചത് അദ്ദേഹത്തിൻ്റെ പദവിയാണ്. അദ്ദേഹം വിസ്മരിച്ചത് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ആകെ ഈ പ്രതിഭയ്ക്ക് പിന്തുണയുമായി എത്തിയത് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ മാത്രമായിരുന്നു. അതല്ലാതെ ഏതെങ്കിലും CPM നേതാക്കൾ അങ്ങനെ പ്രത്യക്ഷമായി ഈ കേസിൽ അങ്ങനെ പിന്തുണമായി എത്തിയില്ല. അങ്ങനെ പിന്തുണമായി എത്തേണ്ട ഒരു കേസും അല്ല അത്. നമ്മളെല്ലാവരും കൂടി പ്രതിഭയെ അടക്കം നമ്മളെല്ലാം ഒരു ചേരിയാണ്. മറുചേരി എന്ന് പറയുന്നത് ലഹരി മാഫിയാണ്. അവർക്കെതിരെയുള്ള നീക്കം അതാണ് ശരിയായ രീതി. അതിൽ B. ഗോപാലകൃഷ്ണൻ എന്തായാലും പ്രതിഭയ്ക്ക് പിന്തുണയുമായി എത്തി അതിന് പിന്നിൽ മറ്റു വല്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല. അതല്ലാതെ ഈ സൈബർ ഇടത്തിൽ ഇവർ വൃത്തികെട്ട വർത്തമാനം പറയുന്നതല്ലാതെ അതാദ്യമായിട്ടൊരു മന്ത്രി പിന്തുണമായി എത്തിയത്. ആ പിന്തുണ പ്രഖ്യാപിക്കുന്നതാകട്ടെ ഈ പറയുന്ന FIRൻ്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ പോലും അറിയാതെയായിപ്പോയി. അത് വായിച്ചിരുന്നെങ്കിൽ മന്ത്രി എന്തായാലും ആ വേദിയിൽ അങ്ങനെ പറയില്ലായിരുന്നു. എന്തായാലും അതിൽ രാഷ്ട്രീയ പ്രതികരണം ഇനി വരേണ്ടതുണ്ട്.